അമേരിക്കയിൽ സ്ഥിരതാമസമാക്കിയ ഇന്ത്യൻ വംശജനായ സായ് വർഷിത് കണ്ടുള എന്ന 20-കാരന് അമേരിക്കയിൽ 8 വർഷത്തേക്ക് തടവ് ശിക്ഷയ്ക്ക് വിധിച്ചു. 2023 മെയ് 22-ന് ഒരു വാടകയ്ക്കെടുത്ത ട്രക്കിൽ വൈറ്റ് ഹൌസിൽ ആക്രമണത്തിന് ശ്രമിച്ചതാണ് ചെയ്ത കുറ്റം. യുഎസിലെ സ്ഥിരതാമസത്തിനുള്ള ഗ്രീൻ കാർഡുള്ള ഇദ്ദേഹം വെസ്റ്റ് ബംഗാളിലെ ചന്ദാനഗറിലാണ് ജനിച്ചത്. അമേരിക്കയിലെ ജനാധിപത്യ സർക്കാരിനെ അട്ടിമറിച്ച് നാസി പ്രത്യയശാസ്ത്രപ്രകാരമുള്ള ഏകാധിപത്യം സ്ഥാപിക്കുകയായിരുന്നു ഇദ്ദേഹത്തിന്റെ ലക്ഷ്യമെന്ന് കോടതി നിരീക്ഷിച്ചു. മിസോറിൽ നിന്ന് വൺ വേ ടിക്കറ്റ് എടുത്ത് ഡാളസിൽ ഇറങ്ങിയ ഇയാൾ ഒരു ട്രക്ക് വാടകയ്ക്കെടുത്ത് ട്രക്കിന് ഗ്യാസ് നിറച്ച് തുടർന്ന് ഭക്ഷണവും കഴിച്ചതിന് ശേഷം വാഷിംഗ്ടൺ DC-യിലേക്ക് ട്രക്കിൽ യാത്ര ചെയ്ത് രാത്രി 9:30-ക്ക് വൈറ്റ് ഹൌസിന്റെ സുരക്ഷാ ബാരിക്കേഡുകൾ തകർത്തു. നടപ്പാതയിലൂടെ ട്രക്ക് ഓടിക്കുകയും പ്രസിഡന്റ് പാർക്കിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു. ട്രക്ക് ഉപയോഗിച്ച് ബാരിക്കേഡുകൾ തകർത്തപ്പോൾ ട്രക്കിൽ നിന്ന് പുക ഉയരുവാനും എഞ്ചിനുകളിൽ നിന്ന് ഫ്ലൂയിഡ് ലീക്ക് ചെയ്യുവാനും തുടങ്ങിയിരുന്നു. ട്രക്കിൽ നിന്ന് പുറത്തിറങ്ങിയ കണ്ടുള 3 അടി ഉയരവും 5 അടി വീതിയുമുള്ള ചുവപ്പും വെള്ളയും നിറമുള്ള നാസിയുടെ ചിഹ്നം പതിച്ച പതാക ഉയർത്തി വീശി. ഉടൻ തന്നെ പോലീസും സുരക്ഷാ ഉദ്യോഗസ്ഥരും അയാളെ അറസ്റ്റ് ചെയ്തു. US പ്രസിഡന്റിനെ വധിക്കുവാൻ വരെ ഇയാൾക്ക് പദ്ധതിയുണ്ടായിരുന്നുവെന്ന് കുറ്റപത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കോടതി പറഞ്ഞതനുസരിച്ച് $4322 നാശനഷ്ടം ഇയാളുടെ ആക്രമണം മൂലം ഉണ്ടായി. ബാരിക്കേഡുകൾ പുനഃസ്ഥാപിക്കുവാനും കെമിക്കലും ഓയിലും നീക്കി വൃത്തിയാക്കുവാനും വന്ന ചിലവാണിത്. യുഎസിന്റെ പൂർണ്ണ അധികാരം ഏറ്റെടുത്ത് ഒരു ഏകാധിപത്യം സ്ഥാപിക്കുക എന്നതായിരുന്നു കണ്ടുളയുടെ ലക്ഷ്യം. 2023 ഏപ്രിൽ 22, അതായത് ആക്രമണത്തിന് 1 മാസം മുൻപ് സായുധരായ 25 സെക്യൂരിറ്റി ഗാർഡിനെ വിർജീനിയയിലെ ഒരു സെക്യൂരിറ്റി കമ്പനിയോട് കണ്ടുള ആവശ്യപ്പെട്ടിരുന്നു. ആക്രമണത്തിന് വലിയ ട്രെയിലർ ട്രക്ക് വാടകയ്ക്കെടുക്കാനാണ് ഇയാൾ പദ്ധതിയിട്ടിരുന്നത്. എന്നാൽ സെക്യൂരിറ്റി ഗാർഡ്സിനെ ലഭിക്കാതെ വന്നതോടെ സ്വയമായി ആക്രമണത്തിന് ഇറങ്ങി പുറപ്പെടുകയായിരുന്നു. വൈറ്റ് ഹൌസിന്റെ ബാരിക്കേഡുകൾ തകർത്ത് ഉള്ളിൽ പ്രവേശിച്ച് യുഎസിന്റെ ഏകാധിപതിയാകാനായിരുന്നു കണ്ടുളയുടെ ലക്ഷ്യം. മികച്ച വിദ്യാഭ്യാസ യോഗ്യതകളുള്ള ഇയാൾക്ക് യുഎസിലെ സ്ഥിരതാമസത്തിനുള്ള ഗ്രീൻ കാർഡ് ലഭിച്ചിരുന്നു. ലോകത്തെ ഏറ്റവും ശക്തമായ സുരക്ഷാ സംവിധാനങ്ങളുള്ള രാജ്യമായ ലോക പോലീസായ അമേരിക്കയുടെ ജനാധിപത്യ സർക്കാരിനെ അട്ടിമറിച്ച് നാസി ഏകാധിപത്യം സ്ഥാപിക്കാനുള്ള ഈ പാഴ്ബുദ്ധി ഇയാൾക്ക് എങ്ങനെയുണ്ടായി എന്ന അതിശയോക്തിയാണ് ഉണ്ടാകുന്നത്.